ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇപ്പോ ഞാനുള്ളത് ഒരു സിനിമ സീരിയൽ ആർട്ടിസ്റ്റ് ആയ ഒരു വ്യക്തിയുടെ അടുത്താണ്. അപ്പോൾ ആ വ്യക്തിയെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ കരിങ്കല്ല് പണിയിൽ നിന്നും സിനിമാ താരമായി മാറിയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫേസൊക്കെ വെച്ചിട്ട് ധാരാളം സിനിമകളിൽ ഇപ്പോൾ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ സിനിമാ സീരിയലിലൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഷോർട്ട് ഫിലിമുകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്റെ ഷോർട്ട് ഫിലിമിൽ അദ്ദേഹം അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടി. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. അതായത് ഈ കാണുന്ന അദ്ദേഹത്തിന്റെ വാഹനം എടുത്തതിന് ശേഷം ഇൻഷുറൻസ് എല്ലാ വർഷവും കൃത്യമായിട്ട് അടച്ചു വരുന്ന ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഉണ്ടായ അനുഭവം എന്താണെന്ന് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. ഇപ്പൊ നിജുമേ, ഈ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടായത്? ഇൻഷുറൻസ് സാധാരണ 1400-നകത്തെ വരെയുള്ള 1400-1500 കൂട്ടാം. എനിക്ക് എപ്പോഴും ലോങ് പോകുന്നത് കൊണ്ട് ഇൻഷുറൻസ് അത്യാവശ്യം. അങ്ങനെ ഞാൻ എമർജൻസി ആയിട്ട് വാവനവരെ മുത്തൂറ്റിൽ പോയി ഇൻഷുറൻസ് എടുത്തു. അല്ല, ഞാൻ ചോദിക്കട്ടെ, ആദ്യമൊക്കെ എവിടെ നിന്നാണ്? ശ്രീകുമാർ അവന്റെ കൊടുത്താണ് ഞാൻ എടുക്കുന്നത്. നമ്മളൊരു കൂട്ടുകാരൻ തന്നെ അവന്റെ കൊടുത്താണ് എടുക്കുന്നത്. അപ്പോഴും 1400 അതിന്റെ അകത്തൊക്കെ വരുള്ളൂ. അതായത് അവരുടെ കമ്മീഷൻ ഉൾപ്പെടെ 1400 ആയിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? പോയപ്പോ 1877 രൂപ ബാങ്കുകാർ. അതായത് ഏത് ബാങ്കാണ്? വാവനവരം മുത്തൂറ്റ് അല്ലേ? അപ്പോ അവര് എത്രത്തോളം രൂപ നിങ്ങളൊന്നും 477 രൂപ അധികം എടുത്തു. അപ്പൊ അത് ചോദിച്ചപ്പോൾ അവരെന്ത് റീസണാണ് പറയുന്നത്? അവര് പല ഒഴിവേടും അതും ഇതും പറയണം. മാനേജറാണ് അങ്ങനെ എടുക്കുന്നത് ഇങ്ങനെ എടുക്കുന്നത് എന്നവര് പറഞ്ഞു മാറുകയാണ്. അതുപോലെ ആൾക്കാരെ ഊമ്പിക്കുന്നതിന് ഞാനും കേട്ടതാണ്. കാരണം കമ്പനിയുടെ റൂളാണ്, അതാണ് ഇതാണെന്നൊക്കെ എങ്ങും തൊടാത്ത ന്യായങ്ങളാണ് അവർ പറയുന്നത് അല്ലേ? അപ്പൊ എത്ര രൂപ കൂടുതൽ വന്നെന്നാണ് പറയുന്നത്? 477 രൂപ കൂടുതൽ. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു സാധാരണക്കാരന്റെ കയ്യിൽ നിന്നും ഇതുപോലെ 470 രൂപ 500 രൂപയൊക്കെ കൂടുതൽ എടുക്കുക എന്ന് പറയുമ്പോൾ, അപ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് ഇത്രയും എടുക്കുമ്പോൾ ഈ മുത്തൂറ്റ് പോലെയുള്ള ഈ ബാങ്കുകാർ ഒരു ദിവസം എത്ര ആൾക്കാരെയാണ് ഇതുപോലെ ഊമ്പിച്ച്, എന്റെ ഭാഷയിൽ പറഞ്ഞ ഊമ്പിക്കുക എന്ന് തന്നെ പറയാം. കാരണം അത് ഇവരൊന്നും മാന്യമായ ഒരു ഭാഷയ്ക്ക് അർഹത ഉള്ളവരല്ല. അതുപോലെ ഈ നിജൂബ് ഇപ്പോൾ സിനിമകളിലൊക്കെ അഭിനയിക്കുന്നു എങ്കിലും അദ്ദേഹം വെറും ഒരു സാധാരണക്കാരനാണ്. ഇപ്പോഴും കൂലിപ്പണി ചെയ്താണ് അദ്ദേഹം ജീവിക്കുന്നത്. പിന്നെ കലയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് തന്നെ അദ്ദേഹം സിനിമാ രംഗത്ത് അദ്ദേഹത്തിന്റെ ഫേസും ആ ഒരു ലുക്കും വെച്ചിട്ട് വില്ലൻ വേഷങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. അത് ഒരു കലയോടുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇതുപോലെയുള്ള മുത്തൂറ്റ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇതുപോലെയുള്ള സാധാരണക്കാരെ വലിപ്പിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോ എന്നിട്ട് അവര് വേറെ എന്ത് വണ്ടിയുടെ വില ഇട്ടാണ് അവർ എടുക്കുന്നത്. അവര് വണ്ടിയുടെ വില അവര് നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് സാധാ ഇൻഷുറൻസിന് കൊടുക്കുമ്പോ അവര് ഇൻഷുറൻസിന്റെ പൈസ എത്രയെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ വില ഒഴിവേടുകൾ മറിഞ്ഞു തിരിഞ്ഞ് പറയാം. കള്ളിയിൽ എത്ര പൈസ കൂടുതൽ എടുത്തു പോയി. കൃത്യമായി അവർക്ക് എന്തെങ്കിലും ഒരു ഒഴിവേട് പറഞ്ഞ് നിന്ന് പറ്റണ്ടേ? കൃത്യമായിട്ടുള്ള ഒരു റീസൺ പറയുന്നില്ല. ഇല്ല, ഒന്നും പറയുന്നില്ല. ഇത് പിന്നെ വാമനപുരം മുത്തൂറ്റ് നമ്മുടെ നിജൂബിനുണ്ടായ ഒരു അനുഭവമാണ്. അപ്പോ കഴിവിന്റെ പരമാവധി ഈ വീഡിയോ കാണുന്നവരൊക്കെ ഇതുപോലെയുള്ള അബദ്ധമല്ല, ഈ അറബുശാലകളിൽ ചെന്ന് തലവെച്ച് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ നാട്ടിലപ്പോ ഞാനും അവരുമായിട്ട് ഇച്ചിരി തർക്കം ഉണ്ടായി. കാരണം നിജൂബിന് ആദ്യം 1400 രൂപയ്ക്ക് ചെയ്തു കൊടുത്ത് അവരെയൊക്കെ വെറും ലോക്കൽസ് എന്നാണ് അവര് അഭിസംബോധന ചെയ്തത്. കാരണം അവരുടെ വിവരക്കേട് എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഇതുപോലെയുള്ള സാധാരണക്കാർക്ക് ഈ ഇതുപോലെയുള്ള ലോക്കൽസിനെ കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുന്നത്. ഇതുപോലെയുള്ള വൻകിട കമ്പനിക്കാർ ഇതുപോലെയുള്ള പാവപ്പെട്ട ജനങ്ങളെ ഊമ്പിച്ചെടുക്കുമ്പോൾ സാധാരണക്കാരായ ആൾക്കാരെന്ന് പറഞ്ഞാൽ കൂടുതൽ 10-100 രൂപ അവരുടെ അധ്വാനത്തിന്റെ കൂലി ഒരു ചെറിയൊരു കമ്മീഷൻ എടുത്തിട്ട് മാത്രമാണ് അവർ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പൊ അത് ഇതുപോലെയുള്ള സാധാരണക്കാർക്ക് വലിയ ഒരു ഉപകാരം തന്നെയാണ്. ഈ കുത്തക മുതലാളിമാരും ഇതുപോലെയുള്ള വൻകിട കമ്പനിക്കാരും ജനങ്ങളെ വലിപ്പിച്ച് തിന്നുമ്പോൾ ഇവരൊക്കെ ലോക്കൽസ് എന്ന് പറയുന്ന ഈ സമൂഹം ജനങ്ങൾക്ക് ഉപകാരമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ അതിന് ഒരു ഉദാഹരണമാണ് ഇപ്പോ ഇവിടെ നടന്നത് അല്ലെ നിജൂബേ? അതായത് മറ്റേ കക്ഷി സ്ഥിരമായിട്ട് എടുത്തു തരുന്ന 1200 1300 രൂപ, പിന്നെ 1400 ആവട്ടെ ചിലപ്പോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ദിവസം ഒരു ദിവസം താമസിക്കുന്നു പറഞ്ഞതുകൊണ്ട് അപ്പൊ അത്രത്തോളം സ്വന്തം വണ്ടിക്ക് ആ ഇൻഷുറൻസിന്റെ കൃത്യത ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നിജൂബ് അവിടെ ചെന്ന് തല വെച്ചു കൊടുത്തത് അല്ലേ? കഴുത്തറുത്ത് വിട്ടു. അതായത് ഒരു ദിവസം ജോലി അതുപോലെ അർത്ഥം. ഇതാണ് ഈ വാഹനം അല്ലേ? അപ്പോ സുഹൃത്തുക്കളെ, ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ നിജൂബിനെ പോലെയുള്ള സാധാരണക്കാർക്ക് ഒരു
നീതി ലഭിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കാശുള്ളവനെന്ന് പറഞ്ഞാൽ അവരുടെ കണ്ണാക്കി കൊണ്ടുവന്ന് തിരികെ കയറ്റി കൊടുക്കും. ഇതുപോലെയുള്ള നമ്മളെ പോലെയുള്ള പാവപ്പെട്ടവർക്കാണ് ഇതുപോലെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, കാശുള്ളവൻ കത്തോലിക്ക, എല്ലാത്തവനും തൊലിക്കുക. അതാണ് ഇപ്പൊ അവര് ചെയ്തത്. സുഹൃത്തുക്കളെ, ഈ ഭാഷയിൽ പറയേണ്ടി വരുന്നത് ഒരു മനുഷ്യന്റെ ഗതികേട് കൊണ്ടാണ്. അത്ര വിഷമം കൊണ്ട്. കാരണം 500 രൂപ കൂടുതൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഒരു ദിവസത്തെ അരത്തച്ച് ശമ്പളമാണ്. ആ ശമ്പളമൊക്കെ ഊമ്പിച്ചെടുക്കുമ്പോൾ സാധാരണ എല്ലാവർക്കും അതിൻ്റെതായ വിഷമം ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ രീതിയിൽ പ്രതികരിക്കുന്നത്. ഈ കാണുന്ന ജനങ്ങൾ കഴിയുന്നതും ഇതുപോലെയുള്ള ചതിക്കുഴിയിൽ ചെന്ന് വീഴാതിരിക്കുക. അപ്പോ നിജുമേ, ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പോ ഇത്രയും തുക മുത്തൂറ്റുകാര് അധികം എടുത്തു എന്ന് പറയുന്നു. അപ്പോ ആ ഇൻഷുറൻസിന്റെ പേപ്പർ കയ്യിലുണ്ട്? കയ്യിലുണ്ട്. ഒന്ന് കാണിക്കാമോ? ഇവിടെ കാണുന്ന പ്രേക്ഷകർ അത് വിലയും എല്ലാം അതിലുണ്ട്. ഇവിടെ കിടക്കുന്ന 1877. ഒരു സെക്കൻഡ്. ഓക്കെ 1877. അപ്പോ മറ്റേ പുള്ളിക്കാരൻ എടുത്തു തരുമ്പോ അത് 1400 രൂപയിൽ നിന്നും 477 രൂപ കൂടി. അതായത് നിജൂബിന്റെ ഒരു ദിവസത്തെ ശമ്പളത്തിന്റെ പകുതി പൈസ അവർക്ക് വിഴുങ്ങാൻ വേണ്ടി കൊടുത്തു അല്ലേ? കൊടുത്തെന്നല്ല, അവര് പിടിച്ചു വാങ്ങി. നമ്മളെ ഗതികേട് കൊണ്ട് ചെന്ന് പെട്ടുപോയി, നമ്മളെ കശാപ്പ് ചെയ്തു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.